മ്യാൻമറിലും തായ്ലൻഡിലും ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മ്യാൻമറിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. ഭൂചലനത്തിൽ 2000-ലധികം പേർക്കാണ് പരിക്കേറ്റത്. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. മ്യാൻമറിന് അടിയന്തര സഹായം പ്രഖ്യാപിച്ച് ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. തെക്ക് കിഴക്കൻ രാജ്യങ്ങളെ വിറപ്പിച്ച ശക്തമായ ഭൂചലനത്തിൽ മ്യാൻമറിലും തായ്ലൻഡിലും നിരവധി കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും തകർന്നു. വൈദ്യുതി ബന്ധവും താറുമാറായി. മ്യാൻമറിനും തായ്ലൻഡിനും പിന്നാലെ മേഘാലയ, മണിപ്പൂർ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും ബംഗ്ലാദേശിലും ചൈനയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. 900 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബാങ്കോക്കിലും ആഘാതമുണ്ടായി. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലും ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള നഗരത്തിലുമാണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ അർദ്ധരാത്രിയിൽ തുടർഭൂചലനമുണ്ടായി. മ്യാൻമർ അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥന നടത്തിയതോടെ ലോകരാജ്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തെത്തി. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യ മ്യാൻമറിലേക്ക് ദുരിതാശ്വാസ വസ്തുക്കൾ അയച്ചു. അമേരിക്കയും റഷ്യയും രക്ഷാപ്രവർത്തനത്തിനായി രംഗത്ത് വന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഐക്യരാഷ്ട്രസഭ $5 മില്യൺ അനുവദിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.